ഇതുവരെയായിട്ടും +1 സീറ്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 100% നിങ്ങൾക്ക് +1 സീറ്റ് ലഭിക്കും. ഒന്നാമത് നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം hscap.kerala.gov.in ഈ ഒരു സൈറ്റ്, hscapൻ്റെ സൈറ്റാണ്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലേക്ക് ആ ഒരു ലിങ്കിൽ കയറുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ കാണാൻ പറ്റും. ഇങ്ങനെയല്ല വൈറ്റ് കളറിലാണ് കാണുക, പക്ഷേ വൈറ്റിൽ കാണിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഇവിടെ ക്ലിയർ ആവില്ല. സോ ഇവിടെ കണ്ട hscap സിംഗിൾ വിൻഡോ അഥവാ ഏകജാലക സംവിധാനമാണ്. ഈ ഒരു ഏകജാലക സംവിധാനത്തിൻ്റെ ഈ ഒരു വിൻഡോ നിങ്ങൾക്ക് ആദ്യം കാണാം ഇവിടെ ലെഫ്റ്റ് സൈഡ് അഥവാ ലെഫ്റ്റ് അഥവാ റൈറ്റ് സൈഡിൽ അറ്റത്ത് കണ്ടോ സ്കൂൾ വൈസ് വേക്കൻസി അഥവാ ഓരോ സ്കൂളുകളിലുള്ള വേക്കൻസിയാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സ്കൂൾ വൈസ് വേക്കൻസി നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നിങ്ങൾക്ക് ഇതേപോലെ ഒരു വിൻഡോ സെലക്ട് ഡിസ്ട്രിക്ട് ഫോർ വ്യൂയിങ് വേക്കൻസി ഫോർ സപ്ലിമെൻ്ററി അലോട്ട്മെന്റ്. സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് ഏതൊക്കെ സ്കൂളുകളിൽ ഒഴിവുണ്ട് എന്ന് ഇവിടെ കാണാൻ പറ്റും. മിക്ക കുട്ടികൾ അക്ഷയയിൽ പോകും. അക്ഷയത്തെ ടീച്ചർ അവിടെ ഒരു ലേഡി ഉണ്ടാവും. ആ ലേഡി പറയും ഇന്ന സ്കൂൾ അപേക്ഷിച്ചോ എന്ന് പറയും. നിങ്ങൾ അതിനനുസരിച്ച് അപേക്ഷിക്കും. ഇതാണ് പൊതുവേ സംഭവിക്കാറുള്ളത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ട്, ഫോൺ മിക്കവാറും ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിലുണ്ടാകും. സ്വന്തം അയൽവക്കത്ത് വീട്ടിലെങ്കിലും ഫോൺ ഇല്ലാതെ ആരും ഉണ്ടാവില്ല. ഉറപ്പായിട്ട് അവിടെ പോവുക. അത്യാവശ്യം നല്ല നെറ്റ് കണക്ഷൻ റേഞ്ച് ഉള്ളെങ്കിൽ ടെറസിൻ്റെ മുകളിൽ പോവുക, റേഞ്ചിലോട്ട് ഇരിക്കുക. എന്നിട്ട് ഇതേപോലെ ചെയ്യാം. നിങ്ങളുടെ ഏത് ഡിസ്ട്രിക്റ്റ് ആണോ സെലക്ട് ചെയ്യാം. നിങ്ങളുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്തിട്ട് ഇവിടെ സെലക്ട് ഡിസ്ട്രിക്റ്റിലാണോ ഇവിടെ സെലക്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഇപ്പം എല്ലാ ജില്ലയും കാണാൻ പറ്റും. ഇപ്പം പ്രത്യേകിച്ച് ഇവിടെ അഥവാ മലബാർ റീജിയനിൽ സീറ്റ് കുറവാണ്, പക്ഷേ തെക്കൻ റീജിയനിൽ എന്ത് ചെയ്യും, നല്ല രീതിയിൽ സീറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ എറണാകുളം ബോർഡറിലാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ തൃശ്ശൂരും കൊടുക്കാം, എറണാകുളം കൊടുക്കാം. കോഴിക്കോട് മലപ്പുറം ബോർഡറിലാണെങ്കിൽ കോഴിക്കോട് കൊടുക്കാം, മലപ്പുറം കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്കിപ്പം ഞാനൊക്കെ പഠിക്കുമ്പം ഏകദേശം 16 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു സ്കൂളിൽ പോയിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ നാട്ടിൽ നിന്ന് മലപ്പുറത്തേക്ക് പോകാൻ എനിക്ക് 16 കിലോമീറ്റർ. ഞാൻ കോഴിക്കോട് ജില്ലക്കാരനാണ്, പക്ഷേ ഞാൻ കോഴിക്കോട് ടൗണിലേക്ക് എനിക്ക് ഏകദേശം 22 കിലോമീറ്റർ പോകണം. പക്ഷേ എൻ്റെ തൊട്ടടുത്തുള്ള മലപ്പുറത്തുള്ള വാഴക്കാട് അരീക്കോടൊക്കെ എനിക്ക് 15, 16, 10, 8 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അഥവാ നിങ്ങൾക്ക് കുറച്ച് ദൂരം പോയാലും സ്കൂളിൽ സീറ്റ് കിട്ടുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻസ്. അപ്പോൾ കുറച്ചും കൂടി ദൂരം പോയാലും ഒരു 20 കിലോമീറ്റർ ഒക്കെ പോയിട്ട് പഠിക്കുന്നത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ദിവസം രാവിലെയും വൈകുന്നേരം 1 മണിക്കൂർ ബസ്സിൽ ഇരിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തൊട്ടടുത്ത ജില്ല കൂടി എന്ത് ചെയ്യുക, പരിഗണിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ജില്ലകൾ നോക്കുക. അപ്പോൾ ഓരോ ജില്ല സെലക്ട് ചെയ്യുമ്പോൾ അത് ടൈം എടുക്കും. അഥവാ ഈ ഒരു ജില്ല നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് സമയം എടുക്കും. അഥവാ ഈ ഒരു ഒരുപാട് ലിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒറ്റ അഥവാ നമ്മുടെ കോഴിക്കോട് ജില്ലയിലുള്ള കുറച്ച് സ്കൂളുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. 1000 സ്കൂളുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇഷ്ടം പോലെ സ്കൂൾ കാണും. ഇപ്പോൾ ഇവിടെ ഉണ്ടോ ജനറൽ തന്നെ 7 ഉണ്ട്. ഇപ്പം 5 23, 25 സീറ്റ് 30 സീറ്റൊക്കെ ഒഴിവുള്ള സ്കൂളുണ്ട്. ഞാൻ കണ്ടു, ഞാൻ ഈ ലിസ്റ്റ് കുറേ പരിശോധിച്ച് നോക്കി. അത് 30 സീറ്റിലധികം ഒക്കെ ഒഴിവുള്ള സ്കൂളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ നാട്ടിൽ ഏത് സ്കൂളുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. നമ്മുടെ പ്രോസ്പെക്ടസ് ഇല്ലേ, ആ പ്രോസ്പെക്ടസ് നോക്കി നിങ്ങളുടെ നാട്ടിലുള്ള സ്കൂളുകൾ എന്തെങ്കിലും ലിസ്റ്റ് ചെയ്യാം. എന്നിട്ട് ആ ലിസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്യുക. എങ്ങനെ, Ctrl+F ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഫൈൻഡ് കൊടുക്കാം. എന്നിട്ട് Ctrl മീൻസ് റൈറ്റ് സൈഡിൽ മുകളിൽ എന്ത് ചെയ്യാം, ഒരു ബട്ടൺ ഉണ്ടാവും. അത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഒരു നമ്മുടെ ഭൂതക്കണ്ണാടിൻ്റെ ഒരു ചിഹ്നം കാണാൻ പറ്റും. അയ്യോ ഇവിടെ റൈറ്റ് ആവും, ഒരു ഭൂതക്കണ്ണാടിൻ്റെ ചിഹ്നം ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സെർച്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ സ്കൂളിൻ്റെ പേര്, ആ നാട് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള മാക്സിമം സ്കൂൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എത്ര നമ്പർ പറ്റുമോ അത്രയും നമ്പേഴ്സ് മാക്സിമം. പക്ഷെ ആ സ്കൂൾ കൊടുക്കുമ്പോൾ അതിന് ഓർഡർ ഉണ്ട്. എന്ത് ഓർഡറിലാണ് നിങ്ങൾ കൊടുക്കേണ്ടത്? തീർച്ചയായിട്ടും ആ ഓർഡർ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഓർഡർ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് കൂടുതൽ സീറ്റുകൾ അവൈലബിൾ ഉള്ള സ്കൂളായിരിക്കണം. 2, നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടാൻ സാധ്യതയുള്ള സ്കൂളായിരിക്കണം. എന്താ സാധ്യത? നിങ്ങളുടെ പഞ്ചായത്തിലുള്ള സ്കൂളാണെങ്കിൽ നിങ്ങളുടെ സാധ്യത കൂടും. ഇപ്പം ഞാൻ മാവൂരാണ്, എൻ്റെ മാവൂരുള്ള സ്കൂളാണെങ്കിൽ മാവൂർ പഞ്ചായത്തിനകത്തുള്ള സ്കൂൾ എന്ത് ചെയ്യും, എനിക്ക് സാധ്യത. അതിന് പുറത്തുള്ള ഒരാൾക്ക് കിട്ടുന്നതിനേക്കാൾ പെട്ടെന്ന് എനിക്ക് അഡ്മിഷൻ കിട്ടും. രണ്ടാമത്തത്, നിങ്ങൾ പഠിച്ച സ്കൂളാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും. ഇപ്പം ഞാൻ പഠിച്ച സ്കൂൾ 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ ഞാൻ +1 അപേക്ഷിക്കുകയാണെങ്കിൽ അവിടെ എനിക്ക് പെട്ടെന്ന് സീറ്റ് കിട്ടും. സോ ഈ ഒരു 3 കാറ്റഗറി നോക്കാം. ഏറ്റവും കൂടുതൽ വേക്കൻസി, അപ്പം വേക്കൻസി കൂടുതൽ ഉണ്ടാകുമ്പോൾ ചെയ്യും അവിടെ പെട്ടെന്ന് കിട്ടും. അപ്പം വേക്കൻസി നോക്കുക. നിങ്ങൾക്ക് സെലക്ഷൻ സാധ്യതയല്ല. ഒന്നെങ്കിൽ നിങ്ങൾ പഠിച്ച സ്കൂളിൽ നിങ്ങളുടെ പഞ്ചായത്തിലുള്ള സ്കൂൾ എന്ത് ചെയ്യുക, നിങ്ങൾ സെലക്ട് ചെയ്യാൻ നോക്കുക. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്താ, നിങ്ങളുടെ നാടിനടുത്തുള്ള ഇപ്പം കോഴിക്കോടുള്ള ഒരാൾ ട്രിവാൻഡ്രത്ത് പോയിട്ട് എന്ത് ചെയ്തു, സബ്മിറ്റ് ചെയ്തു, കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾ എന്താ മാക്സിമം നിങ്ങളുടെ വീടിനടുത്തുള്ള സ്കൂളുകൾ എന്ത് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ നാടിനടുത്തുള്ള സ്കൂളുകളുടെ ലിസ്റ്റ് നിങ്ങൾ എടുക്കുക, ഇത്ര സ്കൂളുകൾ. അപ്പോൾ ആ സ്കൂൾ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത്, ആ വേക്കൻസിയുടെ ഓർഡർ അനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ വേക്കൻസിയുടെ ഓർഡർ തന്നെ മാത്രം പോരെ, എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്കൂളാണെങ്കിൽ നിങ്ങൾ പഠിച്ച സ്കൂളോ നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്തിലെ സ്കൂളാണെങ്കിൽ അതിനെന്ത് ചെയ്യുക, ഒന്ന് മുകളിലോട്ടേക്ക് തട്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അപേക്ഷ കൊടുക്കാം. ക്ലിയർ ആണോ? അപ്പോൾ നിങ്ങൾ ഇവിടെ കാണാം. ഇപ്പോൾ ഇവിടെ ഗണപതി സ്കൂൾ ആണെങ്കിൽ അവിടെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. അതിന് ജനറൽ ഉണ്ട്, ഈഴവ, മുസ്ലിം, അങ്ങനെ ഓരോരോ കാറ്റഗറി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സീറ്റ്സ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ, ഇപ്പോൾ നിങ്ങൾ ജനറൽ 7 സീറ്റ് ഉണ്ട്, പക്ഷേ നിങ്ങൾ SC ആണെങ്കിൽ SCക്ക് 2 സീറ്റ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ സംവരണത്തിലുണ്ടെങ്കിൽ സംവരണ സീറ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ കൂടുതൽ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഇനി ഇങ്ങനെ താഴോട്ട് പോകുമ്പം ഇവിടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, പിന്നെ ഹിസ്റ്ററി ആണോ, ഹ്യൂമാനിറ്റീസിൽ ജോഗ്രഫി ഉള്ളതിൽ എന്ത് സബ്ജക്റ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഓരോ കൊമേഴ്സും എല്ലാത്തിനും നിങ്ങൾക്ക് വേണ്ട എല്ലാ സിലബസിലും
എല്ലാ തരത്തിലുള്ള കോമ്പിനേഷൻസിലും സീറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പോയിന്റ് വൈസ് നോക്കുക, ഏറ്റവും കൂടുതൽ വേക്കൻസിയുള്ള സ്കൂൾ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ നാട്ടിലുള്ള സ്കൂളാകണം. രണ്ടാമത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അപേക്ഷ കിട്ടാൻ സാധ്യതയുള്ള നിങ്ങൾ ഓൾറെഡി പഠിച്ച സ്കൂളോ നിങ്ങളുടെ പഞ്ചായത്തിലുള്ള സ്കൂളോ ആണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും, അവിടെ സീറ്റ് ലഭിക്കും. അപ്പം ഈ ഒരു രീതി മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, സപ്ലിമെൻ്ററി അപേക്ഷ നിങ്ങൾ എന്ത് ചെയ്യുക, അപേക്ഷ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സീറ്റ് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. എജുബോർഡിന് വക ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.